ഇനി നമുക്ക് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കട്ടെ. ഉന്നക്കായ പായസം. അപ്പോൾ ഇതാ 2 നേന്ത്രപ്പഴം ആവിയിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുത്തതാണ്. ഇതിപ്പോൾ ഫോർക്ക് കൊണ്ട് ഒന്ന് ഉടച്ചെടുക്കട്ടോ. സാധാരണ നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ ഉടച്ചെടുക്കുന്നത് പോലെ ഉടച്ചെടുക്കണേ. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടോ. ഇത് ഇനി കയ്യിൽ വെച്ചിട്ട് ചെറിയ ചെറിയ പിടികളാക്കിയിട്ട് എടുക്കട്ടോ. ഈ പാനിൽ കുറച്ചൊരു നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ. 2 വശവും ഒന്ന് മൊരിഞ്ഞ് കിട്ടണേ. അപ്പോൾ ഇതാ പഴത്തിൻ്റെ 2 വശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് മാറ്റി വെക്കണേ. പിന്നെ ഞാൻ എടുത്തത് 1/2 ലിറ്റർ പാലാണ്. ഇതിലേക്ക് 2 ഏലക്കായൻ്റെ കുരു ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പകരം നിങ്ങൾക്ക് ഏലക്കായ പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നേരിയ മധുരമായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല മധുരം വേണമെങ്കിൽ 1/2 കപ്പോളം ചേർത്ത് കൊടുക്കട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ പഴത്തിൻ്റെ പിടി ചേർത്ത് കൊടുക്കട്ടോ. ഇതൊന്ന് കുറുകി വരണേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചൊന്ന് കുറുകുന്ന വരെ വെയിറ്റ് ചെയ്യണേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചവ്വാരി വേവിച്ചതാണ്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്നും കൂടെ കുറുക്കിയെടുക്കണം. ഇത് നല്ല പഴുത്ത പഴമായതുകൊണ്ട് ഇതിൽ കിടന്ന് വേവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ പായസത്തിന്. അപ്പോൾ അതിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. 2-3 മിനിറ്റും കൂടെ ഇങ്ങനെ കുറുക്കിയെടുക്കട്ടോ. അപ്പോൾ ഇതാ ഇത്രയും മതി. ഇത് തണുക്കുന്തോറും ഒന്നും കൂടെ കട്ടി കൂടിക്കോളൂ കേട്ടോ. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചൊരു അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഉന്നക്കായ പായസം. ഈ ഒരു പായസം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.